ഡൽഹിയിൽ സ്കൂളുകൾക്ക് നേരെയുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുലർച്ചെ 4:15 10ലേറെ സ്കൂളുകൾക്ക് ഇമെയിൽ വഴി വ്യാജ സന്ദേശം ലഭിച്ചത്. ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, ഈ മെസ്സേജ് അയച്ചത് ആരാണ് എന്ന് ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഈ ഇമെയിൽ സന്ദേശം എവിടെ നിന്നാണ് വന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഡൽഹി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ലഫ്റ്റനന്റ് ഗവർണർ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിവരം നിലവിൽ ഡൽഹി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ, അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഭീഷണി സന്ദേശം വ്യാജമാണ് എന്നപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഏതാണ്ട് ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ സ്കൂളുകൾക്ക് ഈ ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. രാവിലെ 4:15 മണിക്കാണ് ഈ സന്ദേശം ലഭിക്കുന്നത്. പക്ഷേ ഈ സ്കൂളുകളുടെ ഔദ്യോഗിക മെയിലുകളിൽ എത്തിയതിനാൽ തന്നെ രാവിലെ സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് പല സ്കൂൾ അധികൃതരും ഈ ഭീഷണി സന്ദേശം സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് ഈ സന്ദേശങ്ങളെല്ലാം തന്നെ എത്തിയത്. അതായത് ബൾക്ക് മെയിലായിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘം പ്രവർത്തിക്കുന്ന, അതായത് ഒറ്റ സ്ഥലത്ത് നിന്ന് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നതെന്ന് വേണം കരുതേണ്ടത്. ഏതായാലും രാവിലെ ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും പോലീസിനുമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. ഈ കുട്ടികളും മറ്റും സ്കൂളിലെത്തിയിരുന്നു. എന്നാൽ തുടർന്ന് ഈ പോലീസിനെ ഈ സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തുകയും ഈ പരിശോധനകൾ നടത്തുന്നതിന് മുമ്പ് കുട്ടികളെയൊക്കെ വീടുകളിലേക്ക് തിരികെ അയക്കുവാൻ വേണ്ടി പോലീസ് നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി, അതായത് ഈ ഭീഷണിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് മറ്റു തരത്തിലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് അത്തരമൊരു മുൻകരുതൽ എടുത്തിരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പല രക്ഷകർത്താക്കളെയും പിന്നീട് സ്കൂളുകളിലേക്ക് വിളിപ്പിച്ച് ഈ വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് അയക്കുകയാണ് ചെയ്തിരുന്നത്. ഏതായാലും നമുക്കിപ്പോൾ കാണാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരമൊരു സ്കൂളിലെ ഈ ഭീഷണി സന്ദേശം ലഭിച്ച ഒരു സ്കൂളിന് മുമ്പാകെയാണ്. അവിടെ ഇപ്പോൾ ഈ സ്കൂള് സീൽ ചെയ്തിട്ടുണ്ട്. അകത്ത് ഡൽഹി പോലീസിൻ്റെ പരിശോധനയും മറ്റും നടക്കുന്നുണ്ട്. നിലവിൽ യാതൊരു തരത്തിലുള്ള ഈ സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ ബോംബോ അങ്ങനെ ഒന്നും തന്നെ ഒരിടത്തും നിന്ന് കണ്ടെത്തിയിട്ടില്ല. 100ഓളം സ്കൂളുകൾക്ക് നിലവിൽ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇതൊരു വ്യാജ സന്ദേശമാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് വേണം കരുതേണ്ടത്. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്.